everyone, welcome back to Success Academy's YouTube channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Our first word is retaliation. It means the action of returning a military attack or counter attack. അതായത് എന്തെങ്കിലും ഒരു അറ്റാക്ക് വരുമ്പോൾ അതിനൊരു കൗണ്ടർ അറ്റാക്ക് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യുക. ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. നമ്മൾ സിനോണിംസ് നോക്കുകയാണെങ്കിൽ റിവെഞ്ച് ആൻഡ് വെനഞ്ചൻസ്. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, ഫോർഗീവ്നെസ് ആൻഡ് പാർഡൺ. അവരെ വെറുതെ വിടുക എന്നുള്ള രീതിയിലായിരിക്കും ആൻറ്റോണിം വരിക. നമ്മൾ സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ the bombings are believed to be in retaliation for the trials of 15 suspects. ആ 15 സസ്പെക്ട്സിൻ്റെ ട്രയൽ നടന്നത് കാരണം അതിനൊരു റിവെഞ്ച് എന്നുള്ള രീതിയിലാണ് ബോംബിംഗ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതാണ് ഈ സെൻറ്റൻസ് മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ നൗൺ. നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് അബ്സ്റ്റെയിൻ. ഇറ്റ് മീൻസ് formally decline to vote either for or against the proposal or motion. അതായത് എന്തെങ്കിലും ഒരു പ്രപ്പോസൽ ഉണ്ടെന്ന് വിചാരിക്കാം, അതിന് വോട്ട് ചെയ്യാൻ നമ്മൾ റിഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ സിനോണിംസ് നോക്കുകയാണെങ്കിലോ നോട്ട് വോട്ട് ആൻഡ് ഡിക്ലൈൻ ഓർ റിഫ്യൂസ് ടു വോട്ട്. നമ്മൾ വോട്ട് ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യുക അല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ആൻറ്റോണിം നോക്കുകയാണെങ്കിൽ വോട്ട്. സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ 41 വോട്ടഡ് വിത്ത് ദ ഒപ്പോസിഷൻ ആൻഡ് സം 60 മോർ അബ്സ്റ്റെയിൻഡ്. അതായത് 41 ആളുകൾ ഒപ്പോസിഷന് വേണ്ടി വോട്ട് ചെയ്തു, ബാക്കി 60-ൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്തു? വോട്ട് ചെയ്യാൻ ഡിക്ലൈൻ ചെയ്തു എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അതായത് വോട്ട് ചെയ്യാൻ റിഫ്യൂസ് ചെയ്തു അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് അബ്സ്റ്റെയിൻ ഇസ് എ വെർബ്. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് relentless. It means harsh or inflexible. അതായത് വളരെയധികം ഹാർഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത, നമുക്കറിയാം വളരെ കർക്കശമായിട്ടുള്ളത് എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിനോണിംസ് എന്തായിരിക്കും? ഹാർഷ് ആൻഡ് ഗ്രിം. അപ്പോൾ ആൻറ്റോണിം ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ്, ലെനിൻറ്റ് ആൻഡ് മേഴ്സിഫുൾ. വളരെയധികം മേഴ്സിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം പീസ് ആയിട്ടുള്ള എന്നൊക്കെ നമുക്കിവിടെ വേണമെങ്കിൽ മീൻ ചെയ്യാം. സെൻറ്റൻസിലോട്ട് പോവുകയാണെങ്കിൽ എ പേഷ്യൻറ്റ് ബട്ട് റിലൻറ്റ്ലെസ് ടാസ്ക് മേക്കർ. അതായത് വളരെ ക്ഷമയുള്ള ആളാണ് പക്ഷേ അത്രത്തോളം കർക്കശമായിട്ടുള്ളൊരു ടാസ്ക് മേക്കറും ആണ് എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ആൻ എഡ്ജക്റ്റീവ്. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് മ്യൂണിഷൻ. ഇറ്റ് മീൻസ് മിലിറ്ററി വെപ്പൺസ്, അമ്യൂണിഷൻ, എക്യുപ്മെൻറ്റ് ആൻഡ് സ്റ്റോഴ്സ്. അതായത് നമ്മൾ യുദ്ധ ഉപകരണങ്ങൾ എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അതിൻ്റെ സിനോണിംസ് നോക്കുകയാണെങ്കിൽ ആം ആൻഡ് വെപ്പൺ. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, അറ്റാക്ക്. സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ റിസർവ്സ് ഓഫ് ന്യൂക്ലിയർ, കെമിക്കൽ ആൻഡ് കൺവെൻഷണൽ മ്യൂണിഷൻസ്. അതായത് ന്യൂക്ലിയർ ആയിട്ടും കെമിക്കലായിട്ടും അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടും ഉള്ള യുദ്ധ ഉപകരണങ്ങളുടെ ശേഖരം എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ നൗൺ. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. It is mandate. It means an official order or commission to do something. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ പ്രപ്പോസലോ എന്ത് തന്നെ ആയിക്കോട്ടെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഓർഡറോ അല്ലെങ്കിൽ പുതിയൊരു കമ്മീഷനോ അതൊക്കെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിനോണിംസ് എന്തൊക്കെയായിരിക്കും? ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡയറക്റ്റീവ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആൻറ്റോണിംസോ റെഫ്യൂസൽ ആൻഡ് റിക്വസ്റ്റ്. നമ്മൾ സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ എ മാൻഡേറ്റ് ടു സീക്ക് ദ റിലീസ് ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ വെറുതെ വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഓർഡർ എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ നൗൺ. നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് ഒഡിയം. ഇറ്റ് മീൻസ് general or widespread hatred or disgust incurred by someone as a result of their action. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആക്ഷൻസ് കാരണം എന്ത് സംഭവിക്കുകയാണ്? അവർക്കെതിരെ ഭയങ്കര വൈഡ് സ്പ്രെഡ് ആയിട്ടൊരു വെറുപ്പ് വരികയാണ്. അവരുടെ ആക്ഷൻസ് കാരണം ആളുകൾക്ക് അവരോടൊരു വെറുപ്പ് ഉണ്ടാവുക. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഇപ്പോൾ സിനോണിംസ് നോക്കുകയാണെങ്കിലോ ഡിസ്ഗസ്റ്റ് ആൻഡ് അബോറൻസ്. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, അവരെല്ലാവരും അപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ദാറ്റ് ഈസ് അപ്രൂവൽ ആൻഡ് ഡിലൈറ്റ്. സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ഹി ഇൻക്വയർഡ് വൈഡ് സ്പ്രെഡ് ഓഡിയം ഫോർ മിലിറ്ററി ഫെയിലിയേഴ്സ് ആൻഡ് ഗവൺമെൻറ് കറപ്ഷൻ. അതായത് ഗവൺമെൻറ്റിൻ്റെ കറപ്ഷൻ കാരണം, ഗവൺമെൻറ്റിൽ നടക്കുന്ന കറപ്ഷൻ കാരണവും അതുപോലെ തന്നെ മിലിറ്ററി ഫെയിലിയേഴ്സ് കാരണവും അദ്ദേഹത്തിന് ഒരുപാട് വെറുപ്പ് സമ്പാദിച്ചു അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് വെറുപ്പ് സമ്പാദിച്ചു എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്.
ആൻഡ് ഇറ്റ് ഇസ് എ നൗൺ. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. It is vociferous. It means expressing or characterized by vehement opinions. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഇപ്പോൾ സിനോണിംസ് നോക്കുകയാണെങ്കിലോ ഔട്ട് സ്പോക്കൺ ആൻഡ് വോക്കൽ, എന്തെങ്കിലും ഒരു കാര്യത്തിനെതിരെ നമ്മൾ ശബ്ദമുയർത്തുക. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? ഇതൊന്നും ഇല്ലാതെ വളരെ സൈലൻ്റ് ആയിട്ട് ക്വൈറ്റ് ആയിട്ട് പോവുക എന്നുള്ള രീതിയിലായിരിക്കും ആൻറ്റോണിം വരിക. അപ്പോൾ നമ്മൾ ആൻറ്റോണിംസ് നോക്കുകയാണെങ്കിൽ സൈലൻറ്റ് ആൻഡ് ക്വൈറ്റ്. സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ he was a vociferous opponent of the takeover. അതായത് അദ്ദേഹം ഒരു വളരെയധികം ശബ്ദമുയർത്തുന്ന, എന്ത് കാര്യങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തുന്ന ഒരു ഒപ്പോണൻ്റ് ആയിരുന്നു എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ആൻ അഡ്ജക്റ്റീവ്. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഇസ് parvenu. It means a person of humble origin who has gained wealth, influence or celebrity. അതായത് വളരെയധികം താഴേക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു എന്ത് പറയാം, വെൽത്ത്, ഒരു പണക്കാരനോ അല്ലെങ്കിൽ വളരെയധികം ഇൻഫ്ലുവൻസർ ആയ ഒരാളോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോ വളരെയധികം ഹമ്പിൾ ആയിട്ടുള്ള ഒരു ഒറിജിനിൽ നിന്ന്, അതായത് സാധാരണ നിലയിൽ നിന്ന് ഉയർന്നു വന്ന ഒരാൾ എന്നുള്ളൊരു രീതിയിലാണ് അവിടെ വരുന്നത്. അപ്പോൾ സെൻറ്റൻസിലോട്ട് സിനോണിംസിലോട്ട് പോവുകയാണെങ്കിൽ അപ്സ്റ്റാർട്ട് ആൻഡ് സോഷ്യൽ ക്ലൈംബർ. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, സ്റ്റെയിൽ. നമ്മൾ സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ the political inexperience of a parvenu. It means അതായത് താഴേക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന് വളരെയധികം ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരു സോഷ്യൽ ക്ലൈംബർ ആയിട്ടുള്ള ഒരാൾക്ക് ഉള്ളൊരു പൊളിറ്റിക്കൽ ഇൻഎക്സ്പീരിയൻസ് എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ നൗൺ. നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഇസ് പിവറ്റ്. ഇറ്റ് മീൻസ് ഡിപ്പെൻഡ്സ് ഓൺ. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ റിലേ ചെയ്യുക, ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ സിനോണിംസ് നോക്കുകയാണെങ്കിൽ ഡിപ്പെൻഡ് ആൻഡ് റിലേ. ആൻറ്റോണിംസ് ആണെങ്കിലോ ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ദ ഗവൺമെൻറ്റ്സ് റിയാക്ഷൻ പിവറ്റഡ് ഓൺ ദ റെസ്പോൺസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. അതായത് പ്രൈം മിനിസ്റ്ററിൻ്റെ റെസ്പോൺസും ഗവൺമെൻറ്റിൻ്റെ റിയാക്ഷനും ഡിപ്പെൻഡൻ്റ് ആണ് എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ വേർബ്. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഇസ് espousal. It means a act of adopting or supporting a cause, belief or way of life. അതായത് ഏതെങ്കിലും ഒരു വേ ഓഫ് ലൈഫോ അല്ലെങ്കിൽ ഒരു ബിലീഫോ ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ സിനോണിംസ് നോക്കുകയാണെങ്കിൽ അഡോപ്ഷൻ ആൻഡ് അക്സെപ്റ്റൻസ്. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, നമ്മൾ റിജക്റ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആയിരിക്കും ആൻറ്റോണിമിന് വരിക. അപ്പോൾ ആൻറ്റോണിംസ് നോക്കുകയാണെങ്കിൽ റിജക്ഷൻ ആൻഡ് ഒപ്പോസിഷൻ. നമ്മൾ സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ഹിസ് എസ്പൗസൽ ഓഫ് വെസ്റ്റേൺ ഐഡിയാസ്. അതായത് വെസ്റ്റേൺ ഐഡിയാസ് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അഡോപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ നൗൺ. അപ്പോൾ ഇന്നത്തെ വേർഡ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്